Question number 1, we're going to start. Foreign currency transaction gains and losses should usually be included on the income statement. Foreign currency transaction നടക്കുമ്പോൾ ഗെയിൻ ഓർ ലോസ് ഉണ്ടാവാറുണ്ട്. അത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാണിക്കാറുമുണ്ട്. അത് ഏത് സെനാരിയോയിലാണ് നമ്മളത് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇഫ് ദേ ആർ ഇൻട്രാ കമ്പനി ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ദാറ്റ് ആർ ഓഫ് ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ് നേച്ചർ. ഇൻട്രാ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയുടെ തന്നെ ഫോറിൻ കറൻസി, ഒരു കമ്പനിക്കുള്ളിൽ തന്നെ നടക്കുന്ന ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ആണ്, അത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നേച്ചർ ഉള്ളതാണ്. അപ്പോഴാണോ കാണിക്കുന്നത്? അല്ല. എപ്പോഴാണ് നമ്മളിത് പൊതുവെ കാണിക്കുന്നത്? വിദേശ രാജ്യങ്ങളിൽ നമുക്ക് സബ്സിഡറീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ പറഞ്ഞ സെനാരിയോ വരുന്നത് തന്നെ. നമ്മൾ വിദേശത്ത് സാധനങ്ങൾ വിൽക്കുകയോ വേറൊരു കറൻസിയിൽ സാധനങ്ങൾ വിൽക്കുകയോ, അപ്പോൾ അത് ഇൻട്രാ കമ്പനി അല്ല, നമ്മൾ ഇൻ്റർ കമ്പനിയോ കസ്റ്റമേഴ്സുമായിട്ടൊക്കെയുള്ള ഡീലിങ്സിലാണ് ഈ സാധനം വരുന്നത് തന്നെ. അപ്പോൾ ഓപ്ഷൻ എ എന്തായാലും അല്ല. ഫോർ ദ പീരീഡ് ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻ ഒറിജിനേറ്റഡ്, ആ ട്രാൻസാക്ഷൻ ഒറിജിനേറ്റ് ചെയ്ത പീരീഡിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഫോറിൻ കറൻസി ഗെയിൻ ഓർ ലോസ് കാണിക്കുന്നത്? അല്ല. ഫോർ ദ പീരീഡ് ഇൻ വിച്ച് ദ എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസ്. എപ്പോഴാണ് നമുക്ക് ഗെയിനും ലോസും ഉണ്ടാകുന്നത്? ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ വേറൊരു കറൻസിയിൽ സാധനം വിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ കറൻസിയുടെ റേറ്റിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ്, എക്സ്ചേഞ്ച് റേറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? എയ്തർ വി ആർ ഗോയിങ് ടു ഗെറ്റ് എ ഗെയിൻ ഓർ വി ആർ ഗോയിങ് ടു ഗെറ്റ് എ ലോസ്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഫോർ ദ പീരീഡ് ഇൻ വിച്ച് ദ എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസ് ആണ് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഗെയിൻ ഓർ ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. ഫോർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? എ കമ്പനി പർച്ചേസസ് ഇൻവെൻട്രി ഫ്രം എ ഫോറിൻ സപ്ലയർ. ഒരു കമ്പനി ഫോറിൻ സപ്ലയറിൻ്റെ കയ്യിൽ നിന്നാണ് ഇൻവെൻട്രി വാങ്ങുന്നത്. വിത്ത് ദ ട്രാൻസാക്ഷൻസ് ഡിനോട്ടഡ് ഇൻ ദ സപ്ലയേഴ്സ് കറൻസി. അപ്പോൾ ആ ഫോറിൻ സപ്ലയർ ആരാണോ അയാളുടെ രാജ്യത്തിൻ്റെ കറൻസിയിലാണ് ഈ പേയ്മെൻ്റ് ഒക്കെ പോകുന്നത്. ഹൗ ഷുഡ് ദ കമ്പനി അക്കൗണ്ട് ഫോർ ഫ്ലക്ച്വേഷൻസ് ഇൻ കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സ് ഡ്യൂറിങ് ഹോൾഡിംഗ് പീരീഡ് ബിഫോർ ദ പേയബിൾ ഇസ് സെറ്റിൽഡ്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റ്, നമ്മൾ വേറെ രാജ്യത്തിൻ്റെ കറൻസിയിലാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ കറൻസി റേറ്റിൽ ഉണ്ടാകുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് നമ്മൾ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. റെക്കോർഡ് ദ ഇൻവെൻട്രി ആൻഡ് പേയബിൾ അറ്റ് ദിയർ വാല്യൂസ് ഇൻ ഹോം കറൻസി ഓൺ ദ ട്രാൻസാക്ഷൻ ഡേറ്റ് അറ്റ് ദ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് അഡ്ജസ്റ്റ് ബോത്ത് അക്കൗണ്ട്സ് അറ്റ് ഈച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദ കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ്. അല്ല. ഇൻവെൻട്രി ആൻഡ് പേയബിൾ അറ്റ് ദ വാല്യൂസ് ഇൻ ഹോം കറൻസി. ഇപ്പോൾ വിദേശ രാജ്യത്തെ ഒരു കറൻസിയിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കറൻസിയിലാണോ അതിൻ്റെ ട്രാൻസാക്ഷൻസ് ആദ്യം കാണിക്കുക? ഒരിക്കലും അല്ല. അത് ആ രാജ്യത്തിൻ്റെ കറൻസി ഏതാണോ ആ കറൻസി തന്നെ കാണിക്കുക. റെക്കോർഡ് ദ പേയബിൾ അറ്റ് ട്രാൻസാക്ഷൻ ഡേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് മേക്ക് നോ അഡ്ജസ്റ്റ്മെൻറ്റ് അണ്ടിൽ ദ പേയ്മെൻറ്റ് ഈസ് മേഡ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പിന്നീട് നടത്തണ്ട. നമ്മൾ നോർമലി എന്താ ചെയ്യുന്നത്? ആദ്യം ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മളൊരു ജേണൽ എൻട്രി പാസ്സാക്കും, ആ സെയിൽ നടന്നു എന്ന് കാണിക്കും, അക്കൗണ്ട് റെസീവബിളായിട്ട് കാണിക്കും. പിന്നീട് ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു എൻട്രി പാസ്സാക്കും, അന്നത്തെ റേറ്റ് വെച്ച് നമ്മൾ ഡേറ്റ കാണിക്കും, അതിൽ അൺറിയലൈസ്ഡ് ഗെയിൻ ഓർ ലോസോ കാണിക്കും. പിന്നീട് പൈസ കിട്ടുന്ന സമയത്ത് അന്നത്തെ റേറ്റ് വെച്ചിട്ട് നമ്മളത് അക്കൗണ്ട്സിൽ കാണിക്കും. അപ്പോൾ അവിടെ നമുക്ക് റിയലൈസ്ഡ് ഗെയിൻ ഓർ റിയലൈസ്ഡ് ലോസ് ഉണ്ടാവും. ഇതാണ് നമ്മൾ പഠിച്ച സാധനം. അപ്പോൾ അതിനോട് സമാനമുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ. Record the payable at the transaction date exchange rate and adjust the payable values at each financial statement date based on current exchange rate, recording unrealized gain or losses. That is the right answer. Option C ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അന്നത്തെ ട്രാൻസാക്ഷൻ ഡേറ്റിൽ നടന്നിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിൽ അക്കൗണ്ട്സിൽ അത് കാണിക്കും. പിന്നീട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിൽ കാണിക്കും. അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് അൺറിയലൈസ്ഡ് ഗെയിൻ അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് ലോസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ അന്നത്തെ റേറ്റിലായിരിക്കും ആ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടുന്നത്. അവിടെയും നമുക്ക് റിയലൈസ്ഡ് ഗെയിൻ ഓർ റിയലൈസ്ഡ് ലോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. റിയലൈസ്ഡ് ഗെയിൻ അല്ലെങ്കിൽ റിയലൈസ്ഡ് ലോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസംബർ 9, 2010 US കമ്പനിയാണ് എക്സ് അക്യൂർഡ് ഇൻവെൻട്രി ഫ്രം എ ബ്രിട്ടീഷ് സപ്ലയർ. 1,00,000 പൗണ്ടിനാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ഇൻവെൻട്രി അക്യൂർ ചെയ്തു. 1,00,000 പൗണ്ടിന് ഇൻവെൻട്രി അക്യൂർ ചെയ്തു. വിത്ത് പേയ്മെൻറ്റ് ഡ്യൂ ഇൻ പൗണ്ട്സ്. നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് പൗണ്ടിലാണ്. സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്സ് ഓഫ് ദ പൗണ്ട് വെയർ. ഡിസംബർ 9 പൗണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ട്രാൻസാക്ഷൻ നടന്ന ദിവസമുള്ള പൗണ്ടിൻ്റെ റേറ്റ് $1.5 ആണ്. അതായത് $1 ഈസ് ഈക്വൽ ടു 1.5 പൗണ്ടാണ്. സോറി, 1 പൗണ്ട് ഈസ് ഈക്വൽ ടു $1.5 ആണ്. ഡിസംബർ 31 1.5 നിന്ന് അത് എത്ര ആയിട്ട് കൂടി? $1.55 ആയിട്ട് കൂടി. ബിക്കോസ്
പൗണ്ട് കുറച്ചുകൂടെ എന്ത് ചെയ്തു, ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ അങ്ങോട്ടേക്കാണ് പൈസ കൊടുക്കുന്നത്, നമ്മൾ അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. കാരണം ഇൻവെൻട്രി വാങ്ങാനുള്ള പൈസയാണ്, ഇങ്ങോട്ടേക്ക് കിട്ടുമല്ല, അങ്ങോട്ടേക്ക് കൊടുക്കുവാണ്. നേരത്തെ നമ്മൾ $1.5 കൊടുത്താൽ മതിയായിരുന്നെങ്കിൽ ഇപ്പോൾ $1.55 കൊടുക്കണം. അപ്പോൾ നമുക്ക് നഷ്ടമല്ലേ, നഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ജനുവരി 8 ഇത് വീണ്ടും കൂടി 1.57 ആയിട്ട് മാറി, 1.57 ആയിട്ടാണ് മാറിയിരിക്കുന്നത്. സോ ഫോർ ദ കമ്പനി എക്സ് വിത്ത് December 31 ക്ലോസിംഗ്, ദീസ് ട്രാൻസാക്ഷൻസ് റിസൾട്ടഡ് ഇൻ എ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഗെയിൻ ആണോ ലോസ് ആണോ, ഗെയിൻ ആണോ ലോസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എത്രയാണ് കൊടുക്കേണ്ടത്? 1,00,000 പൗണ്ടാണ് മൊത്തത്തിൽ കൊടുക്കേണ്ടത്. 1,00,000 പൗണ്ട് കൊടുക്കണം. ആദ്യം വാങ്ങിച്ചപ്പോൾ റേറ്റ് $1.5 ആയിരുന്നു. അപ്പോൾ 1,00,000 ഇൻറ്റു 1.5 അടിക്കണം, അത്രയും ഡോളേഴ്സ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. പക്ഷേ December 31 ആയപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അത് 1.55 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡോളേഴ്സ് കൊടുക്കേണ്ടി വരില്ലേ? അതായത് $0.5, $0.05 എക്സ്ട്രാ വീണ്ടും കൊടുക്കണം. അപ്പോൾ 1,00,000 ഇൻറ്റു 0.05 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.05 എങ്ങനെ കിട്ടിയത്? 1.55ഉം 1.5ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് 0.05. അപ്പോൾ 1 lakh ഇൻറ്റു 0.05 എന്ന് പറഞ്ഞാൽ $5,000 നിങ്ങൾ അധികം കൊടുക്കണം. അപ്പോൾ ലോസ് ആണോ ഗെയിൻ ആണോ? ഒബ്വിയസ്ലി ലോസ് അല്ലേ. $5,000 എന്താണ്? ലോസാണ്. ഇനി December 31 ആയപ്പോൾ വീണ്ടും എന്ത് സംഭവിച്ചു? 0.57 ആയി, 1.57 ആയി. അപ്പോൾ വീണ്ടും ഒരു 0.02 കൂടി, 0.02 ഇൻക്രീസ് വന്നിട്ടുണ്ട്. 02. അപ്പോൾ 1 lakh ഇൻറ്റു 0.02 എത്രയാ? 1,00,000 ഇൻറ്റു 0.02 $2,000. വീണ്ടും ഒരു $2,000 നിങ്ങൾ അങ്ങോട്ട് എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ ആ $2,000 നിങ്ങൾക്ക് അടുത്ത വർഷത്തെ ലോസാണ്. അപ്പോൾ നമുക്ക് ലോസ് ഓഫ് 5,000 ഇൻ 2010 നമുക്ക് 5,000 ലോസും, അതുപോലെ തന്നെ അടുത്ത വർഷത്തെ ബിഗിനിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് 2,000 ലോസുമാണ് ഉണ്ടായിരിക്കുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ഇത് ലോസ് ആണോ ഗെയിൻ ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നമ്മൾ ലോസ് ആണോ ഗെയിൻ ആണോ എന്ന് ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടതിൻ്റെ കോൺസെപ്റ്റ് എന്താ? നമ്മൾ പേയ്മെൻ്റ് ആണോ കൊടുക്കുന്നത് അതോ ഇങ്ങോട്ട് കാശ് കിട്ടുവാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഈ കേസിൽ നമ്മൾ ഇൻവെൻട്രി വാങ്ങുകയാണ്, അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പൈസ കൊടുക്കുന്നത്. അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ കറൻസി ഏതാണോ ആ കറൻസിയുടെ വാല്യൂ കൂടുന്നതാണ് നല്ലത്, കറൻസിയുടെ വാല്യൂ കൂടുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി ചില പ്രോപ്പറായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാവാത്ത ഒരാൾ ചിന്തിക്കും, നമ്മുടെ കറൻസി ഡോളറാണല്ലോ, നമ്മുടെ കറൻസി ആദ്യം 1.5 ആയിരുന്നു, ഇപ്പോൾ 1.55 ആയി, 1.57 ആയി, അപ്പോൾ നമ്മുടെ കറൻസിയുടെ വാല്യൂ കൂടുകയല്ലേ ചെയ്തത്. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. കാരണം എന്താ? പൈസയുടെ മൂല്യം കുറയുക അവിടെ. $1 = 89 എന്ന് പറയുന്നതാണോ വാല്യൂ കൂടുതൽ, ഇന്ത്യൻ റുപ്പിക്ക് വാല്യൂ കൂടുതൽ? $1 = 50 എന്ന് പറയുന്നതാണോ ഇന്ത്യൻ റുപ്പിക്ക് വാല്യൂ കൂടുതൽ? 50 എന്ന് പറയുന്നതല്ലേ വാല്യൂ കൂടുതൽ. അപ്പോൾ ഈ തുക ഇങ്ങനെ കൂടിക്കൂടി പോകുമ്പോൾ നമ്മുടെ കറൻസിയുടെ മൂല്യം എന്ത് ചെയ്യാണ്? ഇടിയുകയാണ് ചെയ്യുന്നത്. 1.5 നിന്ന് 1.55 1.57 പോകുമ്പോൾ ഡോളറിൻ്റെ വാല്യൂ ഇടിയുകയാണ് ചെയ്യുന്നത്. മറ്റേ കറൻസി ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവൻ $1 കൊടുക്കുമ്പോൾ നമ്മൾ പകരം 89 രൂപ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ എത്ര കൂടുതലല്ലേ കൊടുക്കുന്നത്? അവൻ $1 തരുമ്പോൾ നമ്മൾ $1 കൊടുക്കുന്നെങ്കിൽ അത് മാച്ചിങ് അല്ലേ, നമ്മൾ ഈക്വൽ അല്ലേ. ഇത് അവൻ്റെ $1 = നമ്മുടെ 89 രൂപ. അപ്പോൾ നമ്മുടെ വാല്യൂ അല്ലേ കുറവ്. അപ്പോൾ അല്ലാതെ അതിൻ്റെ തുക കൂടുന്നതനുസരിച്ച് നമ്മുടെ വാല്യൂ കൂടുവാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. നമ്മുടെ വാല്യൂ കുറയുകയാണ്. നമ്മുടെ കറൻസി ഏതാണെന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്യുക. രണ്ടാമത് ചെയ്യേണ്ടത് അങ്ങോട്ട് കൊടുക്കുകയാണോ ഇങ്ങോട്ട് തരുവാണോ എന്ന് ചിന്തിക്കുക. ഇവിടെ അങ്ങോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ എത്ര കൊടുത്താൽ മതിയായിരുന്നു? 1,00,000 ഇൻറ്റു 1.5, 1,00,000 ഇൻറ്റു 1.5, 1,50,000 രൂപ, 1,50,000 രൂപ കൊടുത്താൽ മതിയായിരുന്നു, $1,50,000 കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ $1,50,000 കൊടുത്താൽ പോരാ, അതിൻ്റെ കൂടെ 1,50,000 അല്ലെങ്കിൽ 1,55,000 കൊടുക്കേണ്ടി വരും. കാരണം എന്തായി? 1.55 ആയി. നേരത്തെ 1,50,000 കൊടുത്താൽ മതിയായിരുന്നു ആ വാങ്ങിച്ച ഡേറ്റിൽ. അടുത്ത ഡേറ്റ് ആയപ്പോൾ 1.55 ആകുമ്പോൾ 1,55,000 കൊടുക്കണം. ഇനി December 31 ആയപ്പോൾ എന്ത് സംഭവിച്ചു? 1,57,000 കൊടുക്കേണ്ടി വരും. അപ്പോൾ 2,000 രൂപ കൂടെ പിന്നെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഡോളറിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നഷ്ടമല്ലേ? നമുക്ക് നഷ്ടമാണ്. അതേസമയം ഇത് 1.5 നിന്ന് വല്ല 1.4 ആയിരുന്നെങ്കിൽ നമുക്ക് ലാഭമായേനെ, അത് ഗെയിൻ ആയേനെ. കാരണം നമ്മൾ 1,45,000 സംതിങ് കൊടുത്താൽ മതിയായിരിക്കും അന്ന്. ഇനി ഇത് തന്നെ നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടുന്നതെങ്കിൽ നേരെ ഡിഫറൻറ്റ് കോൺസെപ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്നുണ്ടാ, നമുക്ക് സെയിലാണ് ഇവിടെ നടക്കുന്നതെന്ന് വിചാരിക്കും. ലെറ്റ്സ് ഇമാജിൻ ഇറ്റ്സ് എ സെയിൽ. നമ്മൾ കച്ചവടം ചെയ്യുന്നത് പൗണ്ടിലാണ്, നമുക്ക് ഇങ്ങോട്ട് റവന്യൂ കിട്ടുന്ന പൗണ്ടിലാണെങ്കിൽ
ഇങ്ങോട്ടേക്ക് കാശ് കിട്ടുമ്പോൾ അത് ഗെയിനായിട്ട് മാറും. കാരണം നമ്മൾ കച്ചവടം ചെയ്യുന്നത് പൗണ്ടിലാണ്, പൗണ്ടിൻ്റെ വാല്യൂ കൂടി, സോ കൂടുതൽ മൂല്യമുള്ള പൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഗെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ആ കോൺസെപ്റ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിനകത്ത് കൺസിഡറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുവാണോ ഇങ്ങോട്ട് കിട്ടുവാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. ഏത് കറൻസിയിലാണ് സാധനം വിൽക്കുന്നതെന്നും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങുന്നതെന്നുള്ളത് സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഹോം കറൻസി ഏതാണെന്നുള്ളത് നോക്കണം. ഇനി ഈ കറൻസിയുടെ വാല്യൂലുണ്ടാവുന്ന, അതായത് നമ്മൾ സാധനം വാങ്ങിയോ വിൽക്കുകയോ ചെയ്യുന്ന കറൻസിയുടെ വാല്യൂലുണ്ടാവുന്ന ചേഞ്ച് നമ്മുടെ കറൻസിനെ മൂല്യം കൂട്ടുവാണോ മൂല്യം കുറയ്ക്കുവാണോ ചെയ്യുന്നതെന്ന് പ്രോപ്പറായിട്ട് ചിന്തിക്കണം. അതൊന്ന് ഇരുത്തി ചിന്തിക്കുക. ഓക്കെ. അപ്പോൾ ഈ കേസിൽ ആദ്യം നമുക്ക് 5000 രൂപയുടെ നഷ്ടമായിരുന്നു, പിന്നെ 57 ആവുന്ന സമയത്ത് പിന്നെ 2000 രൂപയുടെ ലോസാണ് വരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, രണ്ടും അൺറിയലൈസ്ഡ് ലോസ് ആണ്. റിയലൈസ് ആയിട്ടില്ല. പേയ്മെൻറ്റ് ചെയ്യുന്ന എന്നാണോ അന്നേ അത് എന്താവുള്ളൂ, റിയലൈസ്ഡ് ആവുള്ളൂ. വാട്ട് ഈസ് എ പ്രോപ്പർ വേ ടു അക്കൗണ്ട് ഫോർ ആൻ അക്കൗണ്ട് റിസീവബിൾ വെൻ ദ സെയിൽ ഈസ് ഡിനോമിനേറ്റഡ് ഇൻ അനദർ കൺട്രീസ് കറൻസി? നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് റിസീവബിൾ കാണിക്കുക? മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയിലാണ് നമ്മുടെ സെയിൽ ഡിനോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണത് പ്രോപ്പറായിട്ട് അക്കൗണ്ട്സിൽ കാണിക്കുക? റെക്കോർഡ് ദ റിസീവബിൾ അറ്റ് ദി ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് സെയിൽ. ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റ് ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. ആണോ? അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വിക്ക് അസറ്റിൽ വരുന്നതല്ലേ? അപ്പോൾ ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റ് അല്ല. യൂസ് ദ ആവറേജ് എക്സ്ചേഞ്ച് റേറ്റ് ഓവർ ദ ഫിസിക്കൽ പീരീഡ് ടു അക്കൗണ്ട് എനി ഫ്ലക്ച്വേഷൻസ് ഇൻ ദ കറൻസി വാല്യൂ അല്ല. കൺവേർട്ട് ദ ഫോറിൻ കറൻസി എമൗണ്ട് ഇൻ ടു കമ്പനീസ് കറൻസി ഓഫ് റെക്കോർഡ് യൂസിംഗ് ദ കറണ്ട് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് വിത്ത് ട്രാൻസാക്ഷൻ ഡേറ്റ്. Adjust the receivable value at each financial statement using the current exchange rate while recording unrealized gain or loss. That is the right answer. അക്കൗണ്ട് റിസീവബിൾ വേറൊരു രാജ്യത്തിൻ്റെ കറൻസിയിലാണ് കാണിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കറൻസി ഓഫ് റെക്കോർഡിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഫങ്ഷണൽ കറൻസിയിലേക്ക് മാറ്റുക. അങ്ങനെ മാറ്റുന്ന സമയത്ത് ആ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഏത് റേറ്റാണ് എടുക്കേണ്ടത്? കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് അല്ലേ എടുക്കേണ്ടത്? ക്വിക്ക് അസറ്റ് അല്ലേ? അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത് എന്താണ്? ക്വിക്ക് അസറ്റ് ആണ്. അപ്പോൾ ക്വിക്ക് അസറ്റിനെ നമ്മൾ കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിലാണ് മാറ്റുന്നത്. അങ്ങനെ മാറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? നമുക്ക് ഗെയിൻ, അൺറിയലൈസ്ഡ് ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും. ഇതല്ലേ നമ്മൾ കുറേ നേരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ഐറ്റം, ABC ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന US കമ്പനിയാണ്. ശ്രദ്ധിക്കുക, ഏത് കമ്പനിയാണ്? US കമ്പനിയാണ്. They purchase generic drug inventory from a manufacturer in India denominated in rupees 8,50,000. അപ്പോൾ 8,50,000 രൂപയ്ക്കാണ് അവർ ഇന്ത്യയിൽ നിന്നാണ് ഈ സാധനം വാങ്ങുന്നത്. അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ നിന്നാണ് സാധനം വാങ്ങുന്നത്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. 8,50,000 രൂപ കൊടുക്കുന്നുണ്ട്. അന്നത്തെ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ $1 ഈസ് ഈക്വൽ ടു 85 റുപ്പീസ്. $1 വില എത്രയാണ്? 85 രൂപയാണ്. അപ്പോൾ ഇവർ എത്ര ഡോളർ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഈ സാധനം മേടിക്കുന്നത്? ടോട്ടൽ അവർ 8,50,000 തരുന്നുണ്ട്. $1 85 രൂപയാണ് അന്നത്തെ റേറ്റ്. അങ്ങനെയാണെങ്കിൽ $10,000. അതെങ്ങനെ കിട്ടുക? 8,50,000 ഡിവൈഡ് ബൈ 85. 8,50,000 ഡിവൈഡ് ബൈ 85 അടിക്കുമ്പോൾ $10,000 കൊടുത്താലാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇന്ത്യയിൽ നിന്ന് ഈ പർട്ടിക്കുലർ സാധനം, മെഡിസിൻ ആണ്, ഡ്രഗ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ വാങ്ങാൻ പറ്റുള്ളൂ. ഇനി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് ആയ സമയത്ത് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് മാറി. $1 ഈസ് ഈക്വൽ ടു 80 രൂപയായി. നേരത്തെ $1 ഈസ് ഈക്വൽ ടു 85 ആയിരുന്നു. ഇപ്പോൾ എത്രയായിട്ട് മാറി? $1 ഈസ് ഈക്വൽ ടു 80 ആയി. ഇനി ചിന്തിച്ചേ, ഇവിടെ ഡോളർ ശക്തി പ്രാപിച്ചോ ഇന്ത്യൻ റുപ്പി ശക്തി പ്രാപിച്ചോ? പറ, ഇവിടെ ആർക്കാണ് മൂല്യം കൂടിയിരിക്കുന്നത്? ഇന്ത്യൻ റുപ്പിക്കാണോ ഡോളറിനാണോ? ആലോചിച്ച് പറഞ്ഞേ. കമോൺ, ആർക്കാണ് മൂല്യം കൂടിയിരിക്കുന്നത്? ഇന്ത്യൻ റുപ്പിക്കാണ് മൂല്യം കൂടിയിരിക്കുന്നത്. $1 ഈസ് ഈക്വൽ ടു 85 നിന്ന് $1 ഈസ് ഈക്വൽ ടു 80 ആയിട്ട് കുറഞ്ഞു. അപ്പം നമ്മുടെ മൂല്യം കൂടി. അവൻ $1 തന്നാൽ നമ്മൾ 80 കൊടുത്താൽ മതി. നേരത്തെയാണ് 85 കൊടുക്കണമായിരുന്നു, ഇപ്പം 80 കൊടുത്താൽ മതി. സോ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം എന്ത് ചെയ്തു? സ്ട്രോങ് ആയി. സോ ഇന്ത്യൻ റുപ്പി സ്ട്രോങ് ആയല്ലോ. നമ്മൾ അമേരിക്കൻ കമ്പനിയാണല്ലോ. ഇന്ത്യൻ റുപ്പി സ്ട്രോങ് ആയാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? നമുക്ക് നഷ്ടമല്ലേ? നമുക്ക് നഷ്ടമാണ്. നമുക്ക് ലാഭം ഉണ്ടാകുന്ന എപ്പോഴാണ്? $US സ്ട്രോങ് ആകുമ്പോഴാണ്, ഇന്ത്യൻ റുപ്പി സ്ട്രോങ് ആകുമ്പോഴല്ല. അപ്പോൾ ഇവിടെ 80 ആകുമ്പോൾ എന്ത് രീതിയിലുള്ള ഗെയിൻ ആണോ ലോസ് ആണോ എന്നാണ് ചോദിച്ചിരുന്നത്. ഒബ്വിയസ്ലി ലോസ് ആണ്. ഇന്ത്യൻ റുപ്പി സ്ട്രോങ് ആയി നമ്മൾ ഇങ്ങോട്ടേക്കാണ്
ഇന്ത്യയിലേക്കാണ് പൈസ കൊടുക്കേണ്ടത്. ഇന്ത്യയിലേക്ക് പൈസ കൊടുക്കുമ്പോൾ ഇന്ത്യൻ റുപ്പി സ്ട്രോങ് ആയാൽ നമുക്ക് നഷ്ടമാണ്. ഇനി എത്ര രൂപയുടെ നഷ്ടമുണ്ട്? നമ്മൾ ടോട്ടൽ കൊടുക്കേണ്ട പൈസ 8,50,000 ആണ്. നേരത്തെ നമ്മൾ എത്ര ഡോളറാണ് ഇങ്ങനെ കണ്ടുപിടിച്ചത്? 8,50,000 ഡിവൈഡഡ് ബൈ 85 ആയിരുന്നു. അപ്പോൾ എത്രയായിരുന്നു? 10,000 കിട്ടി. 8 lakh അടിച്ചു നോക്കിയോ കാൽക്കുലേറ്ററി. 8,50,000 ഡിവൈഡഡ് ബൈ 85 ഈസ് ഈക്വൽ ടു $10,000. പക്ഷേ ഇപ്പോഴത്തെ റേറ്റ് പ്രകാരം അപ്പോൾ എത്ര ഡോളർ കൊടുക്കേണ്ടി വരും? 8,50,000 ഡിവൈഡഡ് ബൈ ഈ എമൗണ്ടിൽ മാറ്റമുണ്ടോ? ടോട്ടൽ വാല്യൂവിൽ മാറ്റമുണ്ട്. ഇത് MRP-യാ. MRP മാറൂല. കറൻസി റേറ്റ് മാറുന്നതനുസരിച്ച് MRP മാറും. ഇല്ല, 8,50,000 എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ 8,50,000 ഇപ്പം കൊടുക്കണമെങ്കിൽ നമ്മൾ എത്ര ഡോളർ കൊടുക്കേണ്ടി വരും? ഡിവൈഡഡ് ബൈ 80. ഡിവൈഡഡ് ബൈ 80 അടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു $625 കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ആക്ച്വലി $10,625 ആയിരിക്കും കൊടുക്കേണ്ടി വരിക. ഡിവൈഡ് ചെയ്ത് നോക്കിയോ. 8,50,000 ഡിവൈഡഡ് ബൈ 80 വിച്ച് ഈസ് ഈക്വൽ ടു ഐ തിങ്ക് 10,625. അപ്പം നേരത്തെ ആയിരുന്നെങ്കിൽ $10,000 കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോഴാകുമ്പോൾ എത്ര കൊടുക്കേണ്ടി വരും? 10,625 കൊടുക്കേണ്ടി വരും. സോ നഷ്ടമല്ലേ? 625 നഷ്ടമല്ലേ? 625 ലോസ് ആണ്. ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. ഫസ്റ്റ് കേസിൽ 85 ആയിരുന്നപ്പോൾ നമ്മൾ $10,000 കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മൂല്യം കൂടി, ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കൂടി 80 മൂല്യം കൂടി. അത് കൺസെപ്റ്റ് തെറ്റല്ലേ? 85 ആകുമ്പോൾ മൂല്യം കുറഞ്ഞെന്ന് ആരും വിചാരിക്കല്ലേ. 85 ആകുമ്പോൾ നമ്മുടെ മൂല്യം കൂടുക ചെയ്യുന്നത്. സോ $10,625 കൊടുക്കണം. അമേരിക്കൻ കമ്പനി $625 കൂടെ എക്സ്ട്രാ കൊടുത്താൽ മാത്രമേ ഇന്ത്യയിൽ നിന്ന് ആ സാധനം വാങ്ങിക്കാൻ പറ്റൂ. അപ്പോൾ അവരെ സംബന്ധിച്ച്, അമേരിക്കൻ കമ്പനിയെ സംബന്ധിച്ച് 625 എന്ന് പറയുന്നത് എന്താണ്? നഷ്ടമാണ്. നേരത്തെ 10,000 ആയിരുന്നു, ഇപ്പോൾ 10,625 ആയി. ക്ലിയർ? വില്ലോ വേൾഡ് ഇസ് എ പ്രൈവറ്റ്ലി ഹെൽഡ് മാനുഫാക്ചർ ഓഫ് ഹോം ഫർണിഷിംഗ് ബേസ്ഡ് ഔട്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. വില്ലോ എന്ന് പറയുന്നൊരു കമ്പനി, അവർ അമേരിക്കൻ കമ്പനിയാണ്. അവർക്ക് മെക്സിക്കോയിൽ ഒരു സബ്സിഡറി ഉണ്ട്. എവിടെയാണ് സബ്സിഡറി ഉള്ളത്? മെക്സിക്കോയിൽ സബ്സിഡറി ഉണ്ട്. എക്സ്പോർട്ട് ഓൾ ഓഫ് ഇറ്റ്സ് മാനുഫാക്ചർഡ് പ്രൊഡക്ട്സ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഡസ് നോട്ട് കറന്റ് സെൽ എനി ഓഫ് ഇറ്റ്സ് മാനുഫാക്ചർഡ് പ്രൊഡക്ട്സ് ഇൻ മെക്സിക്കോ. അപ്പോൾ ഈ മെക്സിക്കോയിലെ സബ്സിഡറിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മെക്സിക്കോയിലാണ് ഈ സാധനങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷെ മെക്സിക്കോയിൽ സാധനം വിൽക്കുന്നില്ല. വിൽക്കുന്നതെല്ലാം എവിടെയാണ്? അമേരിക്ക തന്നെയാണ്. അമേരിക്കൻ കമ്പനിയാണ്. സബ്സിഡറി ഉള്ളത് മെക്സിക്കോയിലാണ്. മെക്സിക്കോയിലാണ് സാധനം ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്ന സാധനം എഗെയിൻ അമേരിക്കയിലേക്ക് തന്നെ എക്സ്പോർട്ട് ചെയ്യും. മെക്സിക്കൻ സബ്സിഡറി മേക്സ് ഓൾ ഇറ്റ്സ് ഡിസ്പേഴ്സ്മെന്റ് ഇൻ മെക്സിക്കൻ പെസോസ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ മെക്സിക്കൻ സബ്സിഡറി ഡിസ്പേഴ്സ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ചെലവുകളും, എല്ലാ എക്സ്പെൻസുകളും നടത്തുന്നത് മെക്സിക്കൻ കറൻസി ആയിട്ടുള്ള പെസോസിലാണ്. മെക്സിക്കൻ പെസോസിലാണ് എല്ലാ എക്സ്പെൻസുകളും ഇൻകർ ചെയ്യുന്നത്. ആൻഡ് ഓൾ ഓഫ് ഇറ്റ്സ് റവന്യൂസ് ആർ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളേഴ്സ്. ചെലവുകളെല്ലാം മെക്സിക്കൻ പെസോസിലും വരവുകളെല്ലാം US ഡോളേഴ്സിലുമാണ്. ചെലവുകളെല്ലാം മെക്സിക്കൻ പെസോസിലും വരവുകളെല്ലാം US ഡോളേഴ്സിലുമാണ്. ശ്രദ്ധിക്കുക. ദ US ഓപ്പറേഷൻസ് ആർ കണ്ടക്റ്റഡ് ഓൺലി ഇൻ US ഡോളേഴ്സ്. US കമ്പനി അവരുടെ US ഓപ്പറേഷൻസ് മൊത്തം ചെയ്യുന്നത് US ഡോളേഴ്സിലാണ്. US-ൽ അവരുടെ റവന്യൂ എക്സ്പെൻസും എല്ലാം US ഡോളേഴ്സിൽ തന്നെയാണ്. വാട്ട് വിൽ ബി ദ ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഓൺ ദ കമ്പനീസ് റിട്ടേൺ ഓൺ അസെറ്റ്? ശ്രദ്ധിക്കുക. റിട്ടേൺ ഓൺ അസെറ്റ് ഇൻ ദ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇഫ് ദ മെക്സിക്കൻ പെസോ റൈസ് അഗെയിൻസ്റ്റ് ദ US ഡോളർ അസ്യൂമിങ് നോ ഓപ്പറേഷണൽ ചേഞ്ചസ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. ഇഫ് ദ മെക്സിക്കൻ പെസോ റൈസസ് അഗെയിൻസ്റ്റ് US ഡോളർ. മെക്സിക്കൻ പെസോ റൈസസ് അഗെയിൻസ്റ്റ് US ഡോളർ എന്ന് പറഞ്ഞാൽ എന്താ? മെക്സിക്കൻ പെസോയുടെ വാല്യൂ കൂടും, US ഡോളറിൻ്റെ വാല്യൂ കുറയും. മെക്സിക്കൻ പെസോ റൈസസ് അഗെയിൻസ്റ്റ് US ഡോളർ എന്ന് പറഞ്ഞാൽ മെക്സിക്കൻ പെസോസിൻ്റെ വാല്യൂ കൂടും, US ഡോളറിൻ്റെ വാല്യൂ കുറയും. ഇനി ഇത് നമ്മുടെ റിട്ടേൺ ഓൺ അസറ്റിനെ എങ്ങനെ ബാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം റിട്ടേൺ ഓൺ അസറ്റിൻ്റെ ഇക്വേഷൻ മനസ്സിലേക്ക് വരണം. നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് അസറ്റ്. നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് അസറ്റ് എന്നുള്ളതാണ് റിട്ടേൺ ഓൺ അസറ്റിൻ്റെ ഇക്വേഷൻ ആണല്ലോ. നെറ്റ് ഇൻകത്തെ എങ്ങനെ എഫക്റ്റ് ചെയ്ത്? അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ടത് നമ്മുടെ ചെലവുകളെല്ലാം നടക്കുന്നത് മെക്സിക്കൻ പെസോസിലാണ്. അപ്പം മെക്സിക്കൻ പെസോസിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ത് ചെയ്യും? കൂടുതലായിരിക്കും. മെക്സിക്കൻ പെസോസിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ കൂടുതൽ പൈസ കൊടുത്ത് കൺവേർട്ട് ചെയ്തിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടി വരും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടിയാൽ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കുറയും.
പ്രോഫിറ്റ് കുറയും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടിയാൽ പ്രോഫിറ്റ് കുറയൂലേ? ഒബ്വിയസ്ലി കുറയും. കാരണം എന്താ? ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മാത്രമേ ഉള്ളൂ മെക്സിക്കൻ പെസോസിൽ. റവന്യൂ പഴയ ഡോളറിൽ തന്നെയാണ്. കാരണം സാധനം വിൽക്കുന്ന എവിടെ? അമേരിക്കയിലാണ്. അപ്പോൾ അവിടുത്തെ ഡോളർ വാല്യൂ ആ വാല്യൂവിൽ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഡോളർ വാല്യൂവിൽ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. മെക്സിക്കൻ പെസോസ് ശക്തി പ്രാപിക്കുകയും ചെയ്തത്. കോസ്റ്റിൻ്റെ വാല്യൂ കൂടുകയും റവന്യൂവിൻ്റെ വാല്യൂ കുറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് കുറയും, നെറ്റ് ഇൻകം കുറയും, ന്യൂമറേറ്റർ കുറയും. നെറ്റ് ഇൻകം ബൈ ആവറേജ് അസറ്റ്, നെറ്റ് ഇൻകത്തിൻ്റെ വാല്യൂ കുറഞ്ഞാൽ ഡിക്രീസ് ഇൻ ROA അല്ലേ വരേണ്ടത്? ലെറ്റ് സി, ഡിക്രീസ് ഇൻ ROA. എക്സാക്ട്ലി. ഇപ്പം എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? അമേരിക്കൻ കമ്പനി കച്ചവടം മാനുഫാക്ചറിങ് പ്ലാന്റ് ഉള്ളത് മെക്സിക്കോയിൽ, ചെലവുകളെല്ലാം മെക്സിക്കൻ കറൻസിയിൽ, വരവുകളെല്ലാം US ഡോളറിൽ. US ഡോളറിൻ്റെ മൂല്യം ഇടിഞ്ഞു, മെക്സിക്കൻ കറൻസിയുടെ വാല്യൂ കൂടി, ചെലവിൻ്റെ വാല്യൂ കൂടി. ചെലവ് കൂടുതലായി, വരവ് കുറഞ്ഞു, പ്രോഫിറ്റ് കുറഞ്ഞു. പ്രോഫിറ്റ് കുറഞ്ഞാൽ നെറ്റ് ഇൻകം കുറഞ്ഞു, നെറ്റ് ഇൻകം കുറഞ്ഞാൽ ROAയും കുറയും. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താഴെ തന്നിരിക്കുന്നതിൽ ഏതിനെയാണ് ഫങ്ഷണൽ കറൻസി എന്നുള്ളത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇപ്പോൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് കറൻസി ഓഫ് പ്രൈമറി എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദ എൻറ്റിറ്റി ഓപ്പറേറ്റ്സ്. ആ ഒരു വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് തെറ്റിക്കാൻ വേറെ പ്രൈമറി എക്കണോമിക്കിൻ്റെ കൂടെ വേറെ വാക്കൊക്കെ തരും. പ്രൈമറി എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദ എൻറ്റിറ്റി ഓപ്പറേറ്റ്സ്. ഏത് കറൻസിനെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുക? നമ്മുടെ ക്യാഷ് ഫ്ലോസ്, സെയിൽസ്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസിന് ഉപയോഗിക്കുന്ന പൈസ, ഇതെല്ലാം തന്നെ ഒരു പർട്ടിക്കുലർ കറൻസി ആണെങ്കിൽ ആ കറൻസിനാണ് ഫങ്ഷണൽ കറൻസി എന്ന് വിളിക്കുക. അപ്പോൾ പ്രൈമറി എക്കണോമിക് എൻവയോൺമെൻറ്റ് ഏതാണോ അതിനെയാണ് ഫങ്ഷണൽ കറൻസി ആയിട്ട് നമ്മൾ കൺസീവ് ചെയ്യുക. ഈസി ക്വസ്റ്റ്യൻ ആണ്. എ US ബേസ്ഡ് കമ്പനി ഹാസ് എ സ്വീഡിഷ് സബ്സിഡറി. US കമ്പനിയാണ്, സ്വീഡനിൽ അവർക്ക് സബ്സിഡറി ഉണ്ട്. സ്വീഡിഷ് സബ്സിഡറിയെ സംബന്ധിച്ച് യൂറോ ഇമ്പാക്ട്സ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് റവന്യൂ. അവരുടെ റവന്യൂവിനെയും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെയും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത് യൂറോ എന്ന് പറയുന്ന കറൻസിയാണ്. ഓക്കെ. പ്രൈമറി സോഴ്സ് ഓഫ് ലോങ് ടേം ഡെപ്റ്റ് ഫിനാൻസിങ് ഓർ US കമ്പനീസ് കനേഡിയൻ ഇൻവെസ്റ്റേഴ്സ്. ഇവരുടെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ലോങ് ടേം കടങ്ങൾ കൊടുക്കുന്നത് കനേഡിയൻ ഇൻവെസ്റ്റേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്വീഡിഷ് സബ്സിഡിയറി ഫങ്ഷണൽ കറൻസി ഏതാണ്? യൂറോ ആണോ, US ഡോളർ ആണോ, കനേഡിയൻ കറൻസി ആണോ, അതോ സ്വീഡനിലായതുകൊണ്ട് സ്വീഡിഷ് ക്രോണയാണോ? അവിടുത്തെ കറൻസിയാണ് സ്വീഡിഷ് ക്രോണ. അപ്പോൾ പ്രൈമറി എക്കണോമിക് എൻവയോൺമെൻറ്റ് ഏതാണെന്നുള്ളത് കൺസിഡർ ചെയ്യണം. കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സ് ഏരിയ ഡീൽ ചെയ്യുന്നത് ഏത് കറൻസിയാണെന്ന് നോക്കുക. പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വീഡിഷ് സബ്സിഡറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് റവന്യൂ. അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി എക്കണോമിക് ആക്ടിവിറ്റി. പ്രൈമറി എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചെലവും വരവല്ലേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും റവന്യൂ നടക്കുന്നത് ഏത് കറൻസിയിലാണ്? യൂറോയിലാണ്. അപ്പോൾ ഫങ്ഷണൽ കറൻസി ഏതായിരിക്കും? യൂറോ ആണ്. ദാറ്റ് ഈസ് എ റൈറ്റ് ആൻസർ. ഈ ചോദ്യം ഇത്രയേ ഉള്ളൂ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഫാക്ടേഴ്സാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫോറിൻ അഫിലിയേറ്റ് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുടെ ഫങ്ഷണൽ കറൻസി US ഡോളറാണ്? നിങ്ങൾക്കൊരു സബ്സിഡറി കമ്പനി ഉണ്ട്, വേറെ ഏതോ രാജ്യത്താണത് റൺ ചെയ്യുന്നത്, പക്ഷേ അവിടെ റൺ ചെയ്യുന്ന സബ്സിഡറിയുടെ ഫങ്ഷണൽ കറൻസി US ഡോളർ ആണ് എന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നോട്ടിനകത്തുണ്ട്, നിങ്ങൾ നോട്ടിൽ റെഫർ ചെയ്യുക. ഫങ്ഷണൽ കറൻസി US ഡോളർ തന്നെ ആവാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണെന്ന് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ സെയിൽസ് പ്രൈസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വേൾഡ് വൈഡ് കോമ്പറ്റീഷൻ ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. നമ്മുടെ കമ്പനിയുടെ സെയിൽസ് പ്രൈസ് വേൾഡ് വൈഡ് നടക്കുന്ന കോമ്പറ്റീഷൻ കാരണമോ എക്സ്ചേഞ്ച് റേറ്റ് കാരണമോ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് US ഡോളറിലാവാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ US ഡോളേഴ്സിലാണ് സെയിൽ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഇതിനകത്തുണ്ടാവും. നിങ്ങളുടെ സെയിൽസ് കൂടുതലും US ഡോളറിലാണ് നടക്കുന്നതെങ്കിൽ ഫങ്ഷണൽ കറൻസി ആയിട്ട് അത് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫൈനാൻസിങ് കിട്ടുന്നത് US ഡോളറിലാണെങ്കിൽ ഫങ്ഷണൽ കറൻസി ആയിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ കമ്പനിയുടെ കോസ്റ്റ്, ലേബർ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അങ്ങനെയുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള പ്രൈമറി എക്കണോമിക് എക്സ്പെൻസുകളും US ഡോളറിലാണെങ്കിൽ അതിനെ ഫങ്ഷണൽ കറൻസി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ആ ഓപ്ഷൻ ഒന്ന് നോക്കാം. ശ്രദ്ധിച്ച് നോക്കിയേ. സെയിൽ പ്രൈസസ് ആർ റെസ്പോൺസീവ് ടു ഷോർട്ട് ടൈം എക്സ്ചേഞ്ച് ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്സ് ആൻഡ് വേൾഡ് വൈഡ്
competition. That is the right answer. An association of two or more business established for a special purpose and owned by two or more firms. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഒന്നിച്ച് രണ്ടോ രണ്ടിലധികമോ ആൾക്കാർ ഒന്നിച്ച് ഒരു ബിസിനസ് ചെയ്യുന്നതിനെ എന്ത് പേരിട്ട് വിളിക്കും? രണ്ടോ രണ്ടിലധികമോ ആൾക്കാർ ഒന്നിക്കുന്നതിനെ ജോയിൻറ്റ് വെഞ്ചർ എന്നാണ് നമ്മൾ വിളിക്കുക. ജോയിൻറ്റ് വെഞ്ചർ. ഈസി ക്വസ്റ്റ്യൻ. ജോയിൻറ്റ് വെഞ്ചർ. IDM എന്ന് പറയുന്ന കമ്പനി US കമ്പനിയാണ്. അവർക്ക് സ്വിറ്റ്സർലാൻഡിൽ ഒരു സബ്സിഡറി ഉണ്ട്. സ്വിറ്റ്സർലാൻഡിൽ ഉള്ള സബ്സിഡറിയുടെ മെയിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് യൂറോപ്പ് മൊത്തമുണ്ട്. അവർ ഡച്ച് ബാങ്ക് ഇൻ ജർമ്മനിയിലുള്ള ഡച്ച് ബാങ്കിൽ നിന്ന് ഫൈനാൻസിങ് കടം മേടിക്കാറുണ്ട്. ദെയർഫോർ ഇറ്റ്സ് ഫങ്ഷണൽ കറൻസി ഈസ് ദ യൂറോ. അപ്പോൾ ഇവരുടെ ഫങ്ഷണൽ കറൻസി ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, യൂറോ ആണ്. ഹൗ എവർ ഇറ്റ്സ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആർ കെപ്റ്റ് ഇൻ സ്വിസ് ഫ്രാങ്ക്സ്. അവരുടെ കറൻസി ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്? സ്വിറ്റ്സർലാൻഡിലെ ഫ്രാങ്ക്സ് എന്ന് പറയുന്ന കറൻസിയാണ്. ഫങ്ഷണൽ കറൻസി യൂറോ ആണ്. കൺവേർഷൻ ഓഫ് IDM സ്വിറ്റ്സർലാൻഡ്, അതായത് ഫങ്ഷണൽ കറൻസിയിലേക്ക് മാറ്റുന്നത്, കറൻസി ഓഫ് റെക്കോർഡിൽ നിന്ന് ഫങ്ഷണൽ കറൻസിയിലേക്കുള്ള റീമെഷർമെൻറ്റ് നടന്നപ്പോൾ അവർക്ക് 9,80,000 ലോസ് ഉണ്ടായി. ഓൺ ദ ഡേറ്റ് ഓഫ് ഡിസംബർ 31 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ 9,80,000 റീമെഷർമെൻറ്റ് അൺറിയലൈസ്ഡ് ഗെയിൻ ഓർ ലോസ് ഉണ്ടായി. ഗെയിൻ അല്ല, ലോസ് ഉണ്ടായി. കൺവേർഷൻ ഫ്രം US ഡോളേഴ്സ് റിസൾട്ടഡ് ഇൻ 8 lakh ഗെയിൻ. പിന്നീട് അവരതിനെ യൂറോ ടു US ഡോളേഴ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. റീമെഷർമെൻറ്റ് ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്തു? US ഡോളേഴ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ 8 ലക്ഷത്തിൻ്റെ ഗെയിൻ ഉണ്ടായി. ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് എമൗണ്ട് വിൽ IDM കമ്പനി റിപ്പോർട്ട് as എ കറൻസി കൺവേർഷൻ ഗെയിൻ ഓർ ലോസ് ഓൺ ഇറ്റ്സ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി ഇയർ എൻഡഡ് ഡിസംബർ 31. ശ്രദ്ധിക്കുക, ഡിസംബർ 31 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഫോറിൻ കറൻസി ഗെയിൻ ഓർ ലോസ് എന്ന് പറഞ്ഞിട്ട് ഏത് രൂപയായിരിക്കും, എത്ര രൂപയായിരിക്കും കാണിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസംബർ 31 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ദേ ഹാഡ് എ ലോസ് ഓഫ് 9,50,000 എന്നുള്ളത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ എത്രയെന്നല്ല, ഡിസംബർ 31 ഗെയിൻ ഓർ ലോസാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസംബർ 31 ലോസ് ആണെന്നും അത് 9,50,000 ആണെന്നും ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡേറ്റ തന്ന് നമ്മളെ ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. ആക്ച്വലി എന്താണ് ലോസ് എന്നുള്ളതും ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന സാധനം എന്താണെന്നുള്ളതും ദേ ഹാവ് ഓൾറെഡി ഗിവൺ ഇറ്റ്. A company based in Canada has Swedish subsidiary. For the Swedish subsidiary, British pound is the currency that mostly influences the cost of goods it produces and selling price of those goods. British pound is the currency that mostly influences cost of goods sold ഉം selling price. Selling price ഉം cost of goods sold ഉം ഏതാണ്? ബ്രിട്ടീഷ് പൗണ്ട് ആണ്. ചോദിച്ചിരിക്കുന്നത് ഫങ്ഷണൽ കറൻസി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും റവന്യൂയും ഒക്കെ സെയിൽസും ഒക്കെ ഒരു പർട്ടിക്കുലർ കറൻസി ആണെങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് കറൻസി വിൽ ബി കൺസിഡേർഡ് ആസ് ഫങ്ഷണൽ കറൻസി. അപ്പോൾ ഈ കേസിൽ ആരാണ് ഫങ്ഷണൽ കറൻസി? ബ്രിട്ടീഷ് പൗണ്ട്. When preparing financial statements, a controller must choose between using the current rate method or temporal method because the corporation has a financial statements പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് കറണ്ട് റേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ടെമ്പറൽ മെത്തേഡ് ഉപയോഗിക്കണം. എപ്പോഴാണ് ഉപയോഗിക്കേണ്ടി വരിക? എപ്പോഴാണ് ഈ ടെമ്പറൽ മെത്തേഡും ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസും ഒക്കെ ഉണ്ടാവുക? ഇഫ് ദ കമ്പനി ഹാസ് എ ഫോറിൻ സബ്സിഡറി, വിദേശ രാജ്യത്ത് വേറെ കറൻസിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു സബ്സിഡറി കമ്പനി ഉണ്ടെങ്കിൽ ആണ് ഈ ടെമ്പറൽ മെത്തേഡിനും ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനും ട്രാൻസ്ലേഷനും റീമെഷർമെൻറ്റിനും ഒക്കെ പ്രസക്തിയുള്ളത് എപ്പോഴാണ്? ഇഫ് ദ കോർപ്പറേഷൻ ഹാസ് എ ഫോറിൻ സബ്സിഡറി. ഒരു ഫോറിൻ സബ്സിഡറി ഉള്ളപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. ബൈക്കോ ഇസ് എ ജർമ്മൻ ബേസ്ഡ് മാനുഫാക്ചർ ഓഫ് ബൈസൈക്കിൾസ്. ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ്, ബൈസൈക്കിളാണ് ഉണ്ടാക്കുന്നത്. കമ്പനി കറൻലി മാനുഫാക്ചേഴ്സ് ആൻഡ് സെൽസ് ബൈസൈക്കിൾസ് ഇൻ ജർമ്മനി. നിലവിൽ അവർ ജർമ്മനിയിലാണ് ബൈസൈക്കിളൊക്കെ വിൽക്കുന്നത്.
ബൈക്കോപ്പ് പ്ലാൻസ് ഒരു ഇന്ത്യയിൽ പുതിയതായിട്ടൊരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി തുടങ്ങാനായിട്ട് അവർ തീരുമാനിക്കുന്നു. ദാറ്റ് വിൽ ബോത്ത് സെൽ ഇൻ ടു ആൻ എക്സ്പാൻഡിങ് ജർമ്മൻ മാർക്കറ്റ്. 70%, അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ്റെ 70% എവിടെയാണ് വിൽക്കുന്നത്? ജർമ്മനിയിലാണ് വിൽക്കുന്നത്. ബാക്കിയുള്ളത് ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടർ വഴി 30% ഇന്ത്യയിലും വിൽക്കും. ഇപ്പോൾ ജർമ്മൻ കമ്പനിയാണ്, ഇന്ത്യയിൽ വന്ന് സബ്സിഡറി ഇടുന്നു, മാനുഫാക്ചറിങ് പ്ലാന്റ് ഇടുന്നു. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിൻ്റെ 70% വിൽക്കുന്നത് ജർമ്മനിയിലാണ്, 30% ഇന്ത്യയിലാണ് വിൽക്കുന്നത്. കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് 50 ഇന്ത്യൻ റുപ്പീസ്. നിലവിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് €1 = 50 രൂപയാണ്. ദ ആൻറ്റിസിപ്പേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഈസ് €250 ഇൻ ജർമ്മനി ആൻഡ് 10,000 INR. യൂറോപ്പിലാണ് വിൽക്കുന്നതെങ്കിൽ €250 ആണ് വിൽക്കുന്നത്, യൂറോയ്ക്കാണ് വിൽക്കുന്നത്. ഇന്ത്യയിലാണ് വിൽക്കുന്നതെങ്കിൽ സൈക്കിളിന് 10,000 രൂപയാണ് വിൽക്കുന്നത്. ദ ബൈക്കോ ആൻറ്റിസിപ്പേറ്റ് ദാറ്റ് ദ ന്യൂ പ്ലാൻ വിൽ ഏൺ 30% ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. ഈ കമ്പനിയുടെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് അവർക്ക് 30% ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റെപ്രസെൻറ്റ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ടു ബൈക്ക് ആൻഡ് കമ്പനി? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ പർട്ടിക്കുലർ കമ്പനിക്ക് ഒരു എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ജർമ്മൻ കമ്പനിയാണ്. അപ്പോൾ ഇവർ മാനുഫാക്ചറിങ് ചെയ്യുന്ന എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും റോ മെറ്റീരിയൽസിൻ്റെ സാധനങ്ങളും സാലറി അങ്ങനെയുള്ള പൈസയൊക്കെ ഏതായിരിക്കും? ഇന്ത്യൻ റുപ്പിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചൊരു എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് വരുന്നത് എപ്പോഴാണ്? ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെയും സാലറിയുടെയും മറ്റ് സാധനങ്ങളുടെ റോ മെറ്റീരിയൽസിൻ്റെയൊക്കെ വില കൂടിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കൂടിക്കഴിഞ്ഞാൽ ഇവർക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡൊക്കെ ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ കൂടിയാൽ ഇവരുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനെ അതെന്ത് ചെയ്യും? ഇമ്പാക്റ്റ് ചെയ്യും. കാരണം ഇവർ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഇന്ത്യയിലാണോ? അല്ല. ഇവർ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ 70% സെല്ല് ചെയ്യുന്നത് എവിടെയാണ്? യൂറോപ്പിലാണ്, ജർമ്മനിയിലാണ്. അപ്പം ബാക്കി 30% ഇന്ത്യയിൽ വിൽക്കുന്നുള്ളൂ. അപ്പോൾ എക്സ്പെൻസ് കൂടുതലും ഇന്ത്യൻ റുപ്പീസിലാണ്, റവന്യൂസ് കൂടുതലും മറ്റേ കറൻസിയിലുമാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ലേബർ ആൻഡ് പ്ലാൻ കോസ്റ്റ് എന്ത് ചെയ്യും? കൂടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടും, എക്സ്പെൻസ് കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഈ കമ്പനിയെ സംബന്ധിച്ച് അത് സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റോറി ബോർഡ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏത് കമ്പനി എവിടെ എന്തുണ്ടാക്കുന്നു, എവിടെയാണ് കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാകുന്നത്, എവിടെയാണ് കൂടുതൽ റവന്യൂ ജനറേറ്റ് ആവുന്നത്. ഇപ്പോൾ ഇന്ത്യയിലുണ്ടായിട്ട് ഇന്ത്യയിൽ തന്നെ മൊത്തം വിൽക്കുമായിരുന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യയിലാണ് കുറച്ച് വിൽക്കുന്നത്, മറ്റു രാജ്യത്താണ് കൂടുതൽ വിൽക്കുന്നത്. അപ്പോൾ സെയിൽസ് റവന്യൂ യൂറോയിലാണ് കൂടുതൽ, പക്ഷേ മാനുഫാക്ചറിങ് എക്സ്പെൻസ് കൂടുതൽ ഇന്ത്യൻ റുപ്പിയിലാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കൂടിയാൽ എക്സ്പെൻസ് കൂടും. ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറയുകയാണെങ്കിൽ എക്സ്പെൻസ് അവരെ സംബന്ധിച്ച് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്തായിരിക്കും? കുറവായിരിക്കും. When converting financial statements originally recorded in a foreign currency, ഫോറിൻ കറൻസിയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Financial statements should be adjusted for a rate change that occurs after financial statement date but prior to statement of issuance. That option is wrong. An analysis of the change in accumulated other comprehensive income due to translation gain or losses. Yes, translation gain or losses is to be provided in the financial statements or in the notes of the financial statements. That is the right answer. ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ് നമ്മൾ എവിടെ കാണിക്കുന്നത്? അതർ കോംപ്രിഹെൻസീവ് ഇൻകം. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയുടെ എൻഡറിൽ അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന കാറ്റഗറിയിലാണ് ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അക്യുമുലേറ്റഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്നുള്ള രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്ത് ചെയ്തിരിക്കണം? കാണിച്ചിരിക്കണം. വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ. If entities' books of accounts are not maintained in its functional currency, it requires remeasurement into functional currency prior to the translation process. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഫങ്ഷണൽ കറൻസിയിലല്ല, കറൻസി ഓഫ് റെക്കോർഡിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റീമെഷർമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കറൻസി ഓഫ് റെക്കോർഡിൽ നിന്നും നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഫങ്ഷണൽ കറൻസിയിലേക്ക് ചേഞ്ച് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്, റീമെഷർ ചെയ്യുന്ന സമയത്ത് കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിൽ റീമെഷർ ചെയ്യേണ്ട, കൺവേർട്ട് ചെയ്യേണ്ട ഒരു ഐറ്റം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ്. ഇപ്പോൾ റീമെഷർമെൻറ്റിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ
ഏതൊക്കെ അസറ്റിനെയാണ് കറണ്ട് റേറ്റ്, ഏതിനെയാണ് ഹിസ്റ്റോറിക്കൽ റേറ്റ്, ഏതിനാണ് വെയ്റ്റഡ് ആവറേജ് റേറ്റ് എന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്നത് നമുക്കറിയാം ക്വിക്ക് അസറ്റ്, കറണ്ട് ലയബിലിറ്റീസ് ആണ്. ക്വിക്ക് അസറ്റിൽ നമ്മൾ ആരെയൊക്കെ കൺസിഡർ ചെയ്യും? ക്യാഷ്, ക്യാഷ് ഇക്വലൻസ്, അക്കൗണ്ട് റിസീവബിൾസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള വാക്കുകൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ്. ക്വിക്ക് അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻവെൻട്രി എടുക്കുമോ? ഇൻവെൻട്രി ഏതാണ്? ഹിസ്റ്റോറിക്കൽ റേറ്റ് ആണ്. ഇൻവെൻട്രീനെ നമ്മൾ എടുക്കുന്നില്ല, ഹിസ്റ്റോറിക്കൽ റേറ്റ് ആണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് കാറ്റഗറി വരും? കറണ്ട് റേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബോക്സ് കൃത്യമായിട്ട് പഠിക്കണം. ഏത് റേറ്റിൽ ആരൊക്കെ മാറും എന്നുള്ളത് അറിഞ്ഞിരിക്കണം. A firm's functional currency should be dash. അപ്പോൾ ഇതിൽ ഈ ഓപ്ഷൻ ബി പല ആൾക്കാരും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കറൻസി ഓഫ് ഫോറിൻ എൻവയോൺമെൻറ്റ് വിച്ച് ദ ഫേം പ്രൈമർലി ജനറേറ്റ് ആൻഡ് എക്സ്പെൻസ് ക്യാഷ്. ഈ പ്രൈമർലി ജനറേറ്റ് ആൻഡ് എക്സ്പെൻസ് ക്യാഷ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പ്രൈമർലി ഒരു കമ്പനി ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നതും വരുമാനം കിട്ടുന്നതും ഒക്കെ ഏത് കറൻസിയിലാണ് എന്നുള്ളത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ അതിൽ ഫോറിൻ എൻവയോൺമെൻറ്റ് എന്നുള്ള വാക്ക് തെറ്റാണ്. പ്രൈമറി എക്കണോമിക് ആക്ടിവിറ്റി, പ്രൈമറി എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. പ്രൈമറി ഫോറിൻ എൻവയോൺമെൻറ്റ് എന്നല്ല. അപ്പോൾ ഫോറിൻ എൻവയോൺമെൻറ്റിൻ്റെ കാറ്റഗറി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർ സാധാരണ രീതിയിൽ മാനുഫാക്ചറിങ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഏതിനകത്താണോ ഏത് കറൻസിയിലാണോ സ്പെൻഡ് ചെയ്യുന്നത് ആ കറൻസിനെ നമ്മൾ ഫങ്ഷണൽ കറൻസി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ കറൻസി ഓഫ് ദ ഫോറിൻ എൻവയോൺമെൻറ്റ് എന്നുള്ളത് തെറ്റാണ്. ഫോറിൻ എൻവയോൺമെൻറ്റ് കറൻസി അല്ല ഫങ്ഷണൽ കറൻസി. ഫോറിൻ എൻവയോൺമെൻറ്റ് ഇരിക്കുന്ന ഒരു സ്ഥാപനം ഏത് കറൻസിയിലാണോ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത്, ഏത് കറൻസിയിലാണോ റവന്യൂ എടുക്കുന്നത്, ആ കറൻസിനെ ഫങ്ഷണൽ കറൻസി എന്ന് പറയും. അപ്പോൾ അത് നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പല ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യും. ക്യാഷ് ഫ്ലോ, സെയിൽസ് പ്രൈസ്, ഫൈനാൻസിങ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻലി ക്യാഷ് ഫ്ലോ ഏത് കറൻസിയിലാണ്, നിങ്ങൾക്ക് കടം കൂടുതൽ തരുന്നത് ഏത് കറൻസിയിലാണ്, ബാങ്ക് ലോൺ തരുന്നത് ഏത് കറൻസിയിലാണ്, നിങ്ങൾ സെയിൽ പ്രൈസ് സാധനം വിൽക്കുന്നത് ഏത് കറൻസിയിലാണ്, അങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് നോക്കുന്നത്. അത് ഏത് കറൻസിയാണോ മെജോറിറ്റി സാധനങ്ങളും ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കറൻസി ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും റവന്യൂവും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും റവന്യൂവും ഏത് കറൻസിയിലാണോ ആ കറൻസിനെ നമ്മൾ ഫങ്ഷണൽ കറൻസി ആയിട്ട് കൺസീവ് ചെയ്യും. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് ആപ്റ്റ് ആൻസർ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഫോറിൻ എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ ബിയിലെ തെറ്റ്. ചാടിക്കയറി അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഫോറിൻ എൻവയോൺമെൻറ്റ് അല്ല, എക്കണോമിക് എൻവയോൺമെൻറ്റ് ആണ് വേണ്ടത്. പ്രൈമറി എക്കണോമിക് എൻവയോൺമെൻറ്റ്. Which one of the following inventory cost flow assumptions will result in highest inventory turnover ratio in an inflationary economy? Highest inventory turnover ratio. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന ഒരു സെനാരിയോയിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കൂടുന്നത് എപ്പോഴായിരിക്കും? അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ ആലോചിച്ച് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടണം, ആവറേജ് ഇൻവെൻട്രി കുറയണം. കോസ്റ്റ് ഓഫ് ന്യൂമറേറ്റർ കൂടണം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കുറയണം. അപ്പോൾ ഫിഫോ ആണോ ലിഫോ ആണോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ കൂടുന്നത്? ഇൻഫ്ലേഷൻ ടൈമിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുന്നത് എപ്പോഴാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുന്നത് എപ്പോഴാണ്? ലിഫോയിലല്ലേ. ലിഫോ എടുക്കുമ്പോൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. വില കൂടിക്കൊണ്ടിരിക്കുന്ന അവസാനം വാങ്ങിച്ച ഇൻവെൻട്രി ആയിരിക്കും നമ്മൾ ആദ്യം വിൽക്കുന്നത്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടും. മാത്രമല്ല എൻഡിങ് ഇൻവെൻട്രിയിൽ ഉണ്ടാകുന്നത് പഴയ ഇൻവെൻട്രി ആയിരിക്കും. പഴയ ഇൻവെൻട്രിയുടെ വില കുറവാണ്, ആവറേജ് എൻഡിങ് ഇൻവെൻട്രിയുടെ വാല്യൂ കുറയുകയും ചെയ്യും. അപ്പോൾ ന്യൂമറേറ്റർ കൂടുകയും ചെയ്യും, ഡിനോമിനേറ്റർ കുറയുകയും ചെയ്യും, റേഷ്യോ കൂടുകയും ചെയ്യും. വിച്ച് മീൻസ് ലിഫോ ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾ വേണമെങ്കിൽ ഒരു നമ്പർ ഇട്ട് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിക്കോ ചുമ്മാ. ലിഫോ ആകുമ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ കൂടുകയോ കുറയോ, ഫിഫോ ആകുമ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ കൂടുകയോ കുറയോ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നമ്പർ ഇട്ടിട്ട് അസ്യൂം ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. Which of the following is true about the impact of price inflation on financial ratio analysis? Which of the following is true about impact of price inflation on financial ratio analysis? Inflation impacts financial ratio analysis of one firm over time but not comparative analysis. അങ്ങനെയല്ല, ഫിനാൻഷ്യൽ റേഷ്യോസ് ഒരു ഫേമിൻ്റെ ഓവർ ടൈം ഉള്ള പെർഫോമൻസിനെ ഇമ്പാക്റ്റ് ചെയ്യും, കമ്പാരിറ്റീവ് അനാലിസിസിനെയും ഇമ്പാക്റ്റ് ചെയ്യും, രണ്ടിനെയും ഇമ്പാക്റ്റ് ചെയ്യും. രണ്ട് കാര്യങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. സോ ദെയർഫോർ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ.